ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് വെറും 14 ദിവസം, 14 ഇല്ല 13 ദിവസം കണക്കാക്കിയാൽ മതി. അപ്പോൾ ഈ 13 ദിവസത്തിനിടയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു 13 ദിവസത്തിൻ്റെ ഇടയ്ക്ക് പുതുതായിട്ട് ഒത്തിരി ഒന്നും പഠിക്കാനായിട്ട് ശ്രമിക്കാത്തത് തന്നെയാണ് നല്ലത്. ഇതുവരെ പഠിച്ചു വച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഏരിയാസിൽ നിന്ന് 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നും 20 മാർക്കാണ് ഉള്ളത്. പിന്നെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, IT, കലാസാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം 5 മാർക്ക് വീതമാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ITക്ക് 3 മാർക്കൊക്കെ സിലബസിൽ പറയുന്നുള്ളൂ എങ്കിലും അത് ഏകദേശം 5 മാർക്കോളം തന്നെ ചോദിക്കാറുള്ളത് കാണാറുണ്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ലോ അഥവാ സുപ്രധാന നിയമങ്ങൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കേരളം ഭരണം, ഭരണ സംവിധാനം. അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഏരിയാസ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒന്ന് തറവാക്കി പോകാനും അതുപോലെ കറണ്ട് അഫെയർ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചു പോകാനും ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി മുതലായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി എന്നിവ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഹിസ്റ്ററിയിൽ തന്നെ 3 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ വേൾഡ് ഹിസ്റ്ററി എന്നും, അതുപോലെ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി എന്നിങ്ങനെ 3ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സബ്ജക്റ്റ് വായിച്ച് തീർക്കണമെങ്കിൽ 6 സബ്ജക്റ്റ് തീർക്കുന്നതിന് തുല്യമാണ് ഈ 2 സബ്ജക്റ്റ് തീർക്കുന്നത്. അപ്പോൾ അതിന് മാക്സിമം PYQs മാത്രം നോക്കി പോകുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലത്. പക്ഷേ ബാക്കിയുള്ള 5 മാർക്ക് വീതം ലഭിക്കുന്ന ഒരു ഏരിയാസൊക്കെ നിങ്ങൾ നോക്കി പോകണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയി, അത് സയൻസ് ആണ്. സയൻസ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ SCRTയിൽ നിന്നിട്ടാണ് 10ാം ക്ലാസ് നിലവാരം വരെയുള്ളത് ചോദിക്കുന്നത്. പക്ഷെ നിലവിൽ പുതിയ SCRT പുസ്തകങ്ങൾ ഇറക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ പുസ്തകം നോക്കി പോകേണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ 13 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയ SCRT ഒക്കെ നോക്കി പോവുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നിങ്ങൾ ഓരോരുത്തരെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം PYQs ഒക്കെ നോക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി പഴയ പഠിച്ച് ഒരുവിധം ഓക്കെ ആയിട്ട് സെറ്റായിട്ട് സിലബസൊക്കെ ഒരു ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 13 ദിവസങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു 13 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 13 × ഒരു ദിവസം ഒരു 10 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 130 മണിക്കൂർ നിങ്ങൾക്കുള്ളിൽ കിട്ടും. അതിൻ്റെ അകത്ത് 1 മണിക്കൂറിൽ ഒരു ഏരിയ കവർ ചെയ്യാം എന്ന് കണക്കാക്കിയാൽ പോലും 130 ഏരിയാസ് നമുക്ക് കവറാക്കാനായിട്ടുള്ള സമയം ഇനിയുള്ള ദിവസങ്ങളിലുണ്ട് എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഓരോ പരീക്ഷയെയും അഭിമുഖീകരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷാ ഹാളിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. കാരണം പരീക്ഷാ ഹാളിൽ കയറുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഒരു എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ട് വെപ്രാളപ്പെടാതിരിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം എഴുതാനായിട്ട് പറ്റുന്ന വിധത്തിൽ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശാന്തമാക്കി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക്
പ്രതീക്ഷിച്ച പോലെയുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചു നോക്കാനും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫെയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാനും ഒക്കെ ഉള്ള ഒരു സമയം ഈ ഒരു 13 ദിവസത്തിനുള്ളിലുണ്ട്. അപ്പോൾ ഒരുവിധം പഠിച്ച വ്യക്തികൾക്ക്, ഒരുവിധം സിലബസിനെ കുറിച്ചൊരു ബോധമുള്ള വ്യക്തികൾക്ക് 13 ദിവസം റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബാക്കി പുതുതായിട്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് PYQs ഒക്കെ ഒന്ന് നോക്കി ഒരുവിധം ഒന്ന് തയ്യാറായൊക്കെ പോകാവുന്നതുമാണ്. പിന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് 14 ജില്ലകളിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് പരീക്ഷയാണെന്നറിയാമല്ലോ. 14 ജില്ലകളിലും 14 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ വേക്കൻസികളും അതുപോലെ ഉണ്ടാകും.